ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 2019 നടന്ന ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലുള്ള 7 വീഡിയോസ് നമ്മൾ 70 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 10 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ ജോയിൻസ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്സ് ഇൻ എയ്തർ ലെങ്ത് ഓർ ക്രോസ് ഡയറക്ഷൻ. നമ്മൾ വെർട്ടിക്കലായിട്ടോ ബ്രിക്കുകൾക്കിടയിൽ കൊടുക്കുന്ന ജോയിന്റുകൾ അല്ലെങ്കിൽ ബ്രിക്ക് ജോയിന്റുകൾക്ക് പറയുന്ന വെർട്ടിക്കൽ ജോയിന്റുകൾക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ലെങ്ത് ഡയറക്ഷനിലാണെങ്കിലും ക്രോസ് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിലും ബ്രിക്കുകൾക്കിടയിൽ ഉണ്ടാവുന്ന ജോയിന്റുകളെ, ആ വെർട്ടിക്കൽ ജോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർപെൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പെർപെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ജോയിന്റ് സെപ്പറേറ്റിംഗ് ദ ബ്രിക്ക് ഇൻ എയ്തർ ട്രാൻസ്വേഴ്സ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. അതാണ് പെർപെൻഡ്. നല്ല ജോയിന്റുകളാണെന്നുണ്ടെങ്കിൽ പെർപെൻഡ് ഫോം ചെയ്യുന്നത് അൾട്ടർനേറ്റീവ് കോഴ്സുകളിൽ ഒരേ ലൈനിലായിട്ടായിരിക്കും. അൾട്ടർനേറ്റീവ് കോഴ്സുകളിലുള്ള പെർപെൻഡുകൾ ഒരേ ലൈനിൽ നിൽക്കുന്നത് പോലെയായിരിക്കും നല്ല ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ബാറ്റ് ക്ലോസർ? ബാറ്റും ക്ലോസറും എന്താണ്? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒരു തവണ കൂടെ പറയാം. ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാറ്റ് മീൻസ് ബ്രിക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ലെങ്ത്തിന് അക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അലോങ് ഇറ്റ്സ് വിഡ്ത്തിൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നത്. ബാറ്റ് നമ്മൾ സാധാരണയായിട്ട് ഇതുപോലെയുള്ള അടുത്തടുത്ത് വരുന്ന ലെയറുകളിൽ അല്ലെങ്കിൽ അടുത്തടുത്ത് വരുന്ന ബ്രിക്കിൻ്റെ കോഴ്സുകളിൽ വെർട്ടിക്കൽ ജോയിന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാറ്റുകൾ ഉപയോഗിക്കുന്നത്. ബാറ്റുകൾ ഹാഫ് ബാറ്റുകളും അതേപോലെ തന്നെ 3/4 ബാറ്റുകളും ഉണ്ട്. പക്ഷേ ബാറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ റെഡ്യൂസ് ദി സ്ട്രെങ്ത് ഓഫ് ദ മേസണറി. നമുക്കറിയാം ഒരു ഫുൾ ബ്രിക്കിൻ്റെ അത്രയും സ്ട്രെങ്ത് എന്തിനുണ്ടാവില്ല, ബാറ്റുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ബാറ്റ് എന്ത് ചെയ്യും, മേസണറിയുടെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കുന്നു. ഒരു സ്ഥലത്തും എന്തില്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമുക്ക് ബാറ്റുകൾ 3/4 അല്ലെങ്കിൽ ഹാഫ് ബാറ്റുകളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1/4 ബാറ്റുകൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഉപയോഗിക്കില്ല. ഒരു ബ്രിക്ക് കോഴ്സിൻ്റെ എൻഡിൽ നമ്മൾ ആ ബോണ്ടുകളെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലോസേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലോസറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സക്സസീവ് കോഴ്സുകളിൽ വെർട്ടിക്കൽ ലൈനുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, വെർട്ടിക്കൽ ജോയിൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസറുകൾ ഉപയോഗിക്കുക. ക്ലോസറുകൾ എന്തുണ്ട്, പല രൂപത്തിലുള്ള ക്ലോസറുകൾ ഉണ്ട്. ക്ലോസറുകൾ എന്തുണ്ട്, കിങ് ക്ലോസർ ഉണ്ട്, ക്യൂൻ ക്ലോസർ ഉണ്ട്, ബെവൽ ക്ലോസർ ഉണ്ട്, മിട്രഡ് ക്ലോസറുകൾ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ക്ലോസറുകൾ ഉണ്ട്. ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ കിങ് ക്ലോസർ ആണ്. എന്താണ് കിങ് ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലോസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ബ്രിക്കിന്റെ ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട്, അതായത് ഹാഫ് വിഡ്ത്തും ഹാഫ് ലെങ്ത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കുലർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ആ ബാക്കി വരുന്ന ആ ബ്രിക്കിന്റെ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിങ് ക്ലോസർ എന്ന് പറയുന്നത്. കിങ് ക്ലോസർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഡോറുകളുടെയും അതേപോലെ തന്നെ വിൻഡോ ഓപ്പണിങ്ങിന്റെ ഒക്കെ സൈഡിലായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കിങ് ക്ലോസേഴ്സ് ഉപയോഗിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഗർ ബോറിംഗ് മേ ബി ഓഫ്. ഓഗർ ബോറിംഗ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് ചോദ്യം. 2 ടൈപ്പ് ഓഗർ ബോറിംഗ് ആണ് ഉള്ളത്. അതിനു മുമ്പ് എന്തിനാണ് ഈ ബോറിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോറിംഗ് മെത്തേഡുകൾ ചെയ്യുന്നത് എന്ന് ആദ്യം പറയാം. ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ നമ്മളുടെ സോയിൽ എത്രത്തോളം സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ നടത്തുന്നതിനെയാണ് സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ സൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ട ഫൗണ്ടേഷൻ ഏതാണ്, അവിടെയുള്ള സോയിൽ ഏത് ടൈപ്പാണ്, അവിടെ വാട്ടർ ടേബിൾ ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ നടത്തുക. ഈ സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡുകളിലുള്ള ഒരു മെത്തേഡാണ് ബോറിംഗ് മെത്തേഡ് എന്നുള്ളത്. അതായത് മണ്ണ് എന്ത് ചെയ്യുക, ഒരു നിശ്ചിത ഡെപ്തിൽ നിന്ന് കുഴിച്ചെടുത്തതിന് ശേഷം അത് പരിശോധിക്കുന്ന മെത്തേഡാണ് ശരിക്കും ബോറിംഗ് മെത്തേഡ് എന്നുള്ളത്. ഈ ബോറിംഗ് മെത്തേഡിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബോറിംഗ് ആണ് ഓഗർ ബോറിംഗ് എന്നുള്ളത്. ഓഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൊഹസീവ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സോയിലുകളിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഓഗർ ബോറിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഓഗർ ബോറിംഗ് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഹെലിക്കൽ ഓഗറും രണ്ടാമത്തത് പോസ്റ്റ് ഹോൾ ഓഗറും. ഇപ്പോൾ ഇവിടെ ഹെലിക്കൽ ഓഗറിനെ പറ്റി ഓപ്ഷനിലില്ല, അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്, പോസ്റ്റ് ഹോൾ ഓഗറാണ്. അപ്പോൾ ഓഗർ ബോറിംഗ് മേ ബി ഓഫ് പോസ്റ്റ് ഹോൾ ടൈപ്പ് അല്ലെങ്കിൽ ഹെലിക്കൽ ടൈപ്പാണ്. അതാ നമുക്ക് ആ ടൂള് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്ന് ഹെലിക്കൽ ഷേപ്പിലാണ് എന്ത് ചെയ്യുക, മണ്ണിനെ എന്ത് ചെയ്യുന്നത്, അത് കുഴിച്ചെടുക്കാൻ സഹായിക്കുന്നത്.
മറ്റേത് എന്താണ് പോസ്റ്റ് ഹോൾ ടൈപ്പ് ആണ്. രണ്ട് മെത്തേഡിലൂടെയും നമ്മൾ എന്ത് ചെയ്യാണ് സോയിലിനെ മുകളിലോട്ട് എടുക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗേഴ്സിൽ എടുക്കുന്ന സോയിൽ എപ്പോഴും എന്തായിരിക്കും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ സോയിൽ എന്ത് ടൈപ്പ് സോയിലാണെന്ന് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ആർ യൂസ്ഡ് ഇൻ. ഐ ഫൗണ്ടേഷൻ ബോൾട്ടുകൾ ഉപയോഗിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനുകൾക്കാണ് എന്നാണ്. ഇത് നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിന്റെ ആൻസർ എന്താണ്? മെഷീൻ ഫൗണ്ടേഷൻ ആണ്. മെഷീൻ ഫൗണ്ടേഷനുകൾക്ക് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ബോൾട്ടുകളിൽ ഒരു ടൈപ്പ് ഓഫ് ബോൾട്ടാണ് എന്ത്? ഐ ഫൗണ്ടേഷൻ ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് എന്ത് ഐ ഫൗണ്ടേഷൻ ബോൾട്ട് ഉള്ളത്. നിങ്ങൾക്ക് കാണാം ഒരു ഹുക്ക് എന്തുണ്ടാവും അതിന്റെ അടിഭാഗത്തായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫൗണ്ടേഷന്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ബോൾട്ടിന്റെ എൻഡ് ഒരു ഹുക്ക് ആയി ഫോം ചെയ്ത് ഒരു റോഡിലേക്ക് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്താണ്, അത് മുഴുവൻ ആ കോൺക്രീറ്റിന് അകത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ ഹുക്ക് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ്, മെഷീൻ ഫൗണ്ടേഷനുകളുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഷീൻ വർക്കിംഗ് കണ്ടീഷനിലാവുമ്പോൾ അതിന് കൂടുതലായിട്ട് ജെർക്കിംഗ് ഉണ്ടാവുക, അതേപോലെ തന്നെ ആ ഫൗണ്ടേഷൻ സ്റ്റേബിൾ അല്ലാതെ വരിക, ആ മെഷീൻ സ്റ്റേബിൾ അല്ലാതെ വരിക. അപ്പോൾ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മെഷീൻ ഫൗണ്ടേഷനിൽ ഐ ബോൾട്ട് കൊടുത്തിട്ടുണ്ടാവും, ഐ ഫൗണ്ടേഷൻ ബോൾട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള ഫൗണ്ടേഷനുകളൊക്കെ വലിയ കൺസ്ട്രക്ഷനുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. വെൽ ഫൗണ്ടേഷൻ ആൻഡ് പൈൽ ഫൗണ്ടേഷൻ ഒക്കെ എന്താണ്, ഡീപ്പ് ഫൗണ്ടേഷനുകളാണ്. എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക, വലിയ സ്ട്രക്ചറുകൾക്കോ വെൽ ഫൗണ്ടേഷനൊക്കെ എന്താണ് കൂടുതലായിട്ടും വെള്ളത്തിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനുകൾക്ക്, ബ്രിഡ്ജസിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, വെൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക. റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിൽഡിങ്ങിന്റെ താഴ്ഭാഗത്ത് മുഴുവനായിട്ട് വളരെ ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ സോയിലുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്നുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂസ്ഡ് ഇൻ എക്സ്റേ റൂംസ് ടു പ്രൊട്ടക്ട് ദ പേഴ്സൺ വർക്കിംഗ്. ആക്ച്വലി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ക്ലിയർ അല്ല, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിംഗ് ആണ് എക്സ്റേ റൂമുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എക്സ്റേ റൂമിലുള്ള പേഴ്സൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്ററിങ് ഏതാണ് എന്നുള്ളതാണ്. അതായത് എക്സ്റേസിനെ ഷീൽഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിങ് ഏതാണ്, അത് ബേരിയം പ്ലാസ്റ്ററിങ് ആണ്. എന്താണ് ബേരിയം പ്ലാസ്റ്ററിന്റെ പ്രത്യേകത? ബേരിയം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേരിയം സാൾട്ടുകൾ സിമെന്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിംഗ് ആണ് ബേരിയം പ്ലാസ്റ്റർ. ബേരിയം സാൾട്ട് ഉണ്ടാവും, അത് സിമെന്റിലേക്ക് ആഡ് ചെയ്യും, അതേപോലെ തന്നെ അതിൽ സാൻഡ് ഉണ്ടാവും, ലൈം ഉണ്ടാവും. എന്ത് ചെയ്യുന്നത്, ബേരിയം പ്ലാസ്റ്റർ ഉണ്ടാക്കുന്നത്. ബേരിയം പ്ലാസ്റ്റർ ആക്ച്വലി എന്താണ്, ഒരു നോർമലി നമ്മൾ പ്ലാസ്റ്ററിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയല്ല കൊടുക്കുക. നോർമൽ പ്ലാസ്റ്ററിംഗിൽ ബേരിയം പ്ലാസ്റ്ററിംഗിന്റെ ഒരു കോട്ടിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ബേരിയം പ്ലാസ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത അത് റേഡിയേഷനുകളെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്നുള്ളതാണ്. എക്സ്റേ റൂമുകൾക്കൊക്കെ ഫൈനൽ കോട്ടായിട്ട് നമ്മൾ ബേരിയം പ്ലാസ്റ്റർ ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ബാക്കിയുള്ള പ്ലാസ്റ്ററുകളെ കുറിച്ച് നമുക്കറിയാം. സിമെന്റ് പ്ലാസ്റ്റർ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. മഡ് പ്ലാസ്റ്റർ പണ്ട് കാലത്ത് മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്ററാണ് മഡ് പ്ലാസ്റ്റർ എന്നുള്ളത്. സുർക്കി പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുർക്കി ആഡ് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റർ ഫോം ചെയ്യും. സുർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേൺഡ് ബ്രിക്കുകൾ അല്ലെങ്കിൽ ബ്രിക്കുകളുടെ പൗഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സുർക്കി എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റർ ഫോം ചെയ്യുന്നതിനെയാണ് സുർക്കി പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാർ ക്വൈറ്റോഡറസ് പ്രൊഡക്ട്സ് വെന്റിലേഷൻ എയർ മീറ്റർ ക്യൂബ് പെർ ഹവർ പെർ പേഴ്സൺ. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, എന്നാലും ഇതിൽ ചോദിച്ചിട്ടുള്ളത് വെന്റിലേഷന്റെ യൂണിറ്റുകളെയാണ്, അല്ലെങ്കിൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ എയർ ഫ്ലോയുടെ യൂണിറ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മീറ്റർ ക്യൂബ് പെർ ഹവർ പെർ പേഴ്സൺ. അതെ, ക്വൈറ്റോഡറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്മെല്ലുള്ള അല്ലെ ഫൗൾ സ്മെല്ലുകൾ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എത്രയാണ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ്. വെന്റിലേഷൻ നമ്മൾ 2-3 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എയർ ഫ്ലോയുടെ ബേസിലാണ്. അപ്പൊ എത്രത്തോളം എയർ ഫ്ലോ ആണ് ഒരു ഫൗൾ ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ല് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എയർ ഫ്ലോയുടെ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. ആ എയർ ഫ്ലോയുടെ റേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എയർ ഫ്ലോയുടെ റേറ്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് നോർമൽ ആക്ടിവിറ്റി ആണെങ്കിൽ, ഫോർ എ നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ എയർ ഫ്ലോ എന്ന് പറയുന്നത് 20 to 25 മീറ്റർ ക്യൂബ് പെർ ഹവർ പെർ പേഴ്സൺ ആണ്. അതായത് ഒരാൾക്ക് ഒരു മണിക്കൂറിൽ 20 മുതൽ 25 മീറ്റർ ക്യൂബ് വരെ എയർ ഫ്ലോ ഉണ്ടാവണം. ഓക്കെ, അത് നോർമൽ ആക്ടിവിറ്റിക്കാണ്. ഇഫ് സ്മോക്കിംഗ് ഈസ് അലൗഡ്, സ്മോക്കിംഗ് ഈസ് അലൗഡ് എന്ന് പറയുന്നതാണ് എന്ത്, ഈ ക്വൈറ്റോഡറസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫൗൾ ഗ്യാസ് അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലുകൾ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ ഫ്ലോയുടെ റേറ്റ് എന്ന് പറയുന്നത് 30 to 35 മീറ്റർ ക്യൂബ് പെർ ഹവർ പെർ പേഴ്സൺ ആണ്. അപ്പോൾ അതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് 35. ഇൻ കേസ് ഓഫ് ലൈറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ അത് 45 മീറ്റർ ക്യൂബ് പെർ ഹവർ പെർ പേഴ്സൺ ആണ്. അത് ഗ്രേറ്റർ ഫിസിക്കൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ
അപ് ടു അത് എവിടം വരെ പോകും 60 m³/h ആവും. അപ്പോൾ ഇത് എയർ ഫ്ലോയുടെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ആ എയർ ഫ്ലോയുടെ റേറ്റ് ബേസ് ചെയ്തിട്ട് അത്രയും എയർ ഫ്ലോ വരുന്നതിനനുസരിച്ച് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊജക്ഷൻ ഇൻ ദ ഫോം ഓഫ് ബാൽക്കണീസ്, വെരാന്ത എക്സെട്ര ആർ പ്രൊവൈഡഡ് ഓൺ ഡാഷ് സൈഡ്. ഏത് സൈഡിലാണ് നമ്മൾ ബാൽക്കണി അതേപോലെ തന്നെ വരാന്തയുടെ ഒക്കെ പ്രൊജക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് വാസ്തുവായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം തന്നെയാണിത്. അതായത് ഓറിയന്റേഷൻ ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്ന മാക്സിമം ബെനിഫിറ്റുകളെ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിങ്ങിനെ ആ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അതുപോലെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓറിയന്റേഷൻ എന്ന് പറയാം. നമുക്ക് സണ്ണിൽ നിന്നും അതേപോലെ തന്നെ നേച്ചറിൽ നിന്നും അതേപോലെ തന്നെ വായു സഞ്ചാരമൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ബിൽഡിങ്ങിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഓറിയന്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്നാണ് നമ്മൾ ക്രോസ് വെന്റിലേഷൻ. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ക്രോസ് വെന്റിലേഷൻ അല്ലേ. ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എയർ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ എയർ പുറത്തോട്ട് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി വെക്കുക. അതാണ് ആക്ച്വലി എന്ത് ക്രോസ് വെന്റിലേഷൻ. അപ്പോൾ ഓരോ റൂമുകൾക്കും എന്തുണ്ടാവും, നമ്മളിങ്ങനെ ക്രോസ് വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ അതിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം എയർ ഫ്ലോ ഉള്ള ഭാഗം, മാക്സിമം എയർ സർക്കുലേഷൻ ഉള്ള ഭാഗം ചൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ബാൽക്കണീസും വരാന്താസും പ്രൊവൈഡ് ചെയ്യുക. അത് ഒന്നെങ്കിൽ ഈസ്റ്റോ അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പ്രൊജക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ലൈക്ക് ബാൽക്കണീസ് ആൻഡ് വരാന്ത. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വാളുകൾ പ്ലേസ് ചെയ്യുമ്പോഴും എന്താണ്, ലോങ് വാളുകളൊന്നും എന്ത് ചെയ്യുക, സണ്ണിന് നേരിട്ട് എക്സ്പോസ് ആവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി വെക്കാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വീടിനകത്തുള്ള അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിനകത്തുള്ള ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ ആസ്പെക്റ്റുകൾ നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിൽഡിങ്ങിനെ ഓറിയന്റ് ചെയ്യുന്നത്. സോ അതിലുള്ള ഒരു ഭാഗം മാത്രമാണ് എന്ത്, ഈ പ്രൊജക്ഷൻ എന്നുള്ളത്. ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിലാണ് യൂഷ്വലി പ്രൊജക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പ് സി ബിൽഡിംഗ് ഈസ്, ഗ്രൂപ്പ് സി ബിൽഡിംഗ് ഏതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ മനസ്സിലാവും. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ്. ബാക്കി പ്രൈവറ്റ് ബിൽഡിംഗ്, ഫ്ലാറ്റ് ബിൽഡിംഗ് എന്നൊന്നും ഉള്ളത് എന്തല്ല, ഗ്രൂപ്പ് ബിൽഡിംഗ് ഗ്രൂപ്പ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ബിൽഡിങ്ങുകളല്ല. നമുക്കറിയാം ടൈപ്സ് ഓഫ് ബിൽഡിങ്ങുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എ മുതൽ ജെ വരെയാണ്. നമ്മൾ മുമ്പ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, റീ അബ്മിഷ്, REIABMISH, റീ അബ്മിഷ് എന്നുള്ള കോഡ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങുകളെയും അതിൽ കിട്ടും. പുതിയ ക്ലാസിഫിക്കേഷൻ പ്രകാരം എച്ചിന് ശേഷം ഒരു മൾട്ടിപ്ലക്സും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. റീ അബ്മിഷൻ എന്ന് പറഞ്ഞാൽ R ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, E ഫോർ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, I ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, A ഫോർ അസംബ്ലി ബിൽഡിംഗ്, B ഫോർ ബിസിനസ് ബിൽഡിംഗ്, M ഫോർ മെർക്കൻഡൈൽ ബിൽഡിംഗ്, I ഫോർ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, S ഫോർ സ്റ്റോറേജ് ബിൽഡിംഗ് ആൻഡ് H ഫോർ ഹസാർഡസ് ബിൽഡിംഗ്. ഇത് കൂടാതെ ഗ്രൂപ്പ് ജെ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയും കൂടി ഉണ്ട്. അതാണ് മൾട്ടിപ്ലക്സ്. അതായത് ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ, ഗ്രൂപ്പ് ബി എഡ്യൂക്കേഷണൽ, ഗ്രൂപ്പ് സി ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഗ്രൂപ്പ് ഡി അസംബ്ലി ബിൽഡിംഗ്, ഗ്രൂപ്പ് ഇ ബിസിനസ് ബിൽഡിംഗ്, ഗ്രൂപ്പ് എഫ് മെർക്കൻഡൈൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് ജി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് എച്ച് സ്റ്റോറേജ് ബിൽഡിംഗ്, ഗ്രൂപ്പ് ഐ ഹസാർഡസ് ബിൽഡിംഗ് ആൻഡ് ഗ്രൂപ്പ് ജെ മൾട്ടിപ്ലക്സ് ബിൽഡിംഗ്. ഇങ്ങനെയാണ് എന്ത് ടൈപ്സ് ഓഫ് ബിൽഡിങ്ങുകളെ പുതിയ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്ലക്സ് പുതിയ ഒരു ഇതായതുകൊണ്ട് മൾട്ടിപ്ലക്സിനെ ഗ്രൂപ്പ് ജെയിലാണ് എന്ത് പുതിയൊരു കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്, എ പെർസെൻറ്റേജ് ഓഫ് ഡാഷ് ടു ഡാഷ് ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റിൽ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പെർസെൻറ്റേജ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്നാണ്. നമുക്കറിയാം വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജുകളാണ് നമ്മൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുക. അതായത് ഒരു വർക്ക് സൈറ്റിൽ ഉണ്ടാകുന്ന സാലറി ഓഫ് എ സെക്യൂരിറ്റി അല്ലെങ്കിൽ ടെമ്പററി വർക്കേഴ്സിന്റെ എമൗണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ്. അതായത് ഒരു വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു പ്രൊജക്റ്റ് നമുക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് അവിടെ ആവശ്യമായി വരുന്ന വർക്കേഴ്സിന് ആവശ്യമായിട്ട് വരുന്ന അവരുടെ സാലറി ഒക്കെ വരുന്നതാണ് എന്ത് ആക്ച്വലി വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ, നമ്മുടെ ടോട്ടൽ എസ്റ്റിമേറ്റിൽ 1.5 to 2% എന്ത് ചെയ്യും, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് ആയിട്ട് നമ്മൾ മാറ്റിവെക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മാറ്റിവെക്കുന്ന മറ്റൊരു ചാർജാണ് ടൂൾ ആൻഡ് പ്ലാൻ ചാർജ്, T&P എന്ന് പറയും. 1 to 1.5% ആണ് എന്ത് ടൂൾ ആൻഡ് പ്ലാന്റ് ചാർജ് മാറ്റിവെക്കുക. ഇതുപോലെ സെന്റേജ് ചാർജ് നമ്മൾ 10 to
15% ആണ് പ്രൊവൈഡ് ചെയ്യുക. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ചില പെർസെൻറ്റേജുകൾ നമ്മൾ ഓർത്തിരിക്കണം. അത് സാധാരണയായിട്ട് തേർഡ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കാറുള്ളതാണ് ഈ ഒരു എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ഈ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിമെന്റ് മോർട്ടാർ ഓർ ലൈം മോർട്ടാർ റബ്ബിംഗ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഇൻ MKS is. റബ്ബിംഗ് യൂണിറ്റ് സിമെന്റ് മോർട്ടാർ അല്ലെങ്കിൽ ലൈം മോർട്ടാറിനൊക്കെ ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം. അത് സ്ക്വയർ മീറ്ററിലാണ്, യൂഷ്വലി മീറ്റർ സ്ക്വയറിലാണ് എന്ത് ചെയ്യാറുള്ളത്, അത് മെഷർ ചെയ്യാറുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സി ടൈപ്പ് ഏരിയ ഓഫ് പ്ലോട്ട് 201 സ്ക്വയർ മീറ്റർ ടു 1000 സ്ക്വയർ മീറ്റർ. ദ പെർമിസിബിൾ കവേർഡ് ഏരിയ ഈസ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് സി ബിൽഡിങ്ങുകൾക്ക് പ്ലോട്ട് ഏരിയ 201 സ്ക്വയർ മീറ്റർ മുതൽ 1000 സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ അവിടെയുള്ള പെർമിസിബിൾ കവേർഡ് ഏരിയ എത്രയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം. ഇപ്പോൾ ടൈപ്പ് സി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകളാണ് എന്ത് ടൈപ്പ് സി ബിൽഡിംഗ്, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഹോസ്പിറ്റലുകൾ ഒക്കെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങുകളിലാണ് പെടുക. ഈ ടൈപ്പ് സി ബിൽഡിങ്ങുകളുടെ പെർമിസിബിൾ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് 50% ഓഫ് ദി പ്ലോട്ട് ഏരിയയാണ്, അല്ലെങ്കിൽ ആ സൈറ്റ് ഏരിയയുടെ 50% മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ ടൈപ്പ് സി ബിൽഡിങ്ങുകൾ കവർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും ക്വസ്റ്റ്യൻ ഇവിടെ ക്ലിയർ അല്ല. ക്വസ്റ്റ്യന് എന്തൊക്കെയോ അക്ഷരങ്ങൾ മാത്രം അല്ലെങ്കിൽ വേർഡുകൾ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുവിധം നമ്മൾ ഈ തേർഡ് ഗ്രേഡിനും സെക്കൻഡ് ഗ്രേഡിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ആ ചോദ്യം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. വേർഡ്സ് പലപ്പോഴും കൂട്ടി വെച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിലൊരു ഗ്രാമറും ഉണ്ടാവില്ല. അപ്പം എന്താണെങ്കിലും ഇവിടെ ഉദ്ദേശിച്ചുള്ള എത്രയാണ്, ടൈപ്പ് സി ബിൽഡിങ്ങുകളിൽ പ്ലോട്ട് ഏരിയ 201 മുതൽ 1000 സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ അവിടെയുള്ള പെർമിസിബിൾ കവേർഡ് ഏരിയ എന്ന് പറയുന്നത് 50% ഓഫ് ദി പ്ലോട്ട് ഏരിയ ആണ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.